ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു വെബ്സൈറ്റ് SEO ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കീവേഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതായത് എങ്ങനെയാണ് നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യുക, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ് എങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത കീവേഡ്സ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, അതായത് നമ്മുടെ വെബ്സൈറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കീവേഡ്സിന് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അതിന് യൂസ് ചെയ്യുന്ന മെട്രിക്സ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത കീവേഡ്സിൽ നിന്ന് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കീവേഡ്സിന് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കീവേഡ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് കീവേഡ്സ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ SEO ചെയ്യുമ്പോൾ നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് കീവേഡ്സിന് സെലക്ട് ചെയ്യുന്നത് എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് മെയിനായിട്ട് രണ്ട് മെട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളെ കീവേഡ്സിൻ്റെ റെലവൻസും പോപ്പുലാരിറ്റി ഒന്നും കൂടാതെ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യം ഒന്ന് സെർച്ച് വോളിയം, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോമ്പറ്റീഷനാണ്. സെർച്ച് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ കീവേഡ് എത്ര തവണ, ഇപ്പോൾ ഒരു മന്തിൽ സെർച്ച് വോളിയം എന്ന് പറയുന്നത് ഇപ്പോൾ 100 ആണെങ്കിൽ ആ മാസം 100 ആൾക്കാരാണ് ആ ഒരു പെർട്ടിക്കുലർ ടേമിന് സെർച്ച് ചെയ്തിട്ടുള്ളത്. അതാണ് സെർച്ച് വോളിയം എന്ന് പറയുന്നത്. അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ എത്ര ആൾക്കാരാണ് ഈ ഒരു കീവേഡിന് സെർച്ച് ചെയ്തിട്ടുള്ളത്, അതാണ് നമ്മൾ സെർച്ച് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കീവേഡ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എത്ര സെർച്ച് വോളിയം ഉണ്ട്, അപ്പോൾ സെർച്ച് വോളിയം കൂടുന്തോറും അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള കീവേഡ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലോ കോമ്പറ്റീഷൻ ഉണ്ടാകും, ഹൈ, മീഡിയം, ഈ ഒരു 3 കാറ്റഗറിയിലാണ് ഇതിൻ്റെ കോമ്പറ്റീഷൻ വരിക. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കീവേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ലോ ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കീവേഡിന് വേണ്ടി വെബ്സൈറ്റുകൾ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ഈ ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത് കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ ഒന്നുകൂടി കുറവാണ്. അപ്പോൾ നമ്മൾ ഇതെടുക്കുമ്പോൾ ഇത് റാങ്കിങ് നമുക്ക് കൂടാൻ, പെട്ടെന്ന് റാങ്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കീവേഡ് ലിസ്റ്റിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കീവേഡ്സ് എടുക്കുമ്പോൾ നമ്മൾ നോക്കുന്ന 2 മെട്രിക് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ സെർച്ച് വോളിയം, സെക്കൻഡ് വൺ അതിൻ്റെ കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും വെച്ച് നമ്മൾ എങ്ങനെയാണ്, ഏത് ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കീവേഡ്സിനെ സെലക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കീവേഡ്സിനെ, നമ്മൾ ഈ ഒരു ലിസ്റ്റ് ഓഫ് കീവേഡ്സ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കീവേഡ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് സ്ക്രീൻ വഴി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് കീവേഡ് പ്ലാനർ യൂസ് ചെയ്യുക, അതേപോലെ നമുക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു കീവേഡ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു കീവേഡ് ലിസ്റ്റ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കീവേഡ്സ് എങ്ങനെയാണ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, അതിന് യൂസ് ചെയ്യുന്ന മെട്രിക്സ് ഏതൊക്കെയാണ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഗൂഗിളിൻ്റെ ആഡ്വേർഡ്സ് കീവേഡ് പ്ലാനർ ഈ ഒരു ടൂൾ നമുക്ക് യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ സംഭവം സിമ്പിളാണ്. പക്ഷെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കീവേഡ്സിനെ നമ്മൾ ഏത് തരത്തിലാണ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കീവേഡ് പ്ലാനർ യൂസ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൂളിൽ നിന്ന് തന്നെ കീവേഡ് ഐഡിയാസും കിട്ടും, അതേപോലെ നമുക്ക് അതിൻ്റെ മെട്രിക്സും നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെ സെർച്ച് വോളിയും കോമ്പറ്റീഷനും എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ കീവേഡ് പ്ലാനർ ഓപ്പൺ ചെയ്യുക, അതേപോലെ എങ്ങനെയാണ് നമ്മൾ ഇതിൽ കീവേഡ് ഐഡിയാസ് ഫോം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക. ഇതിൽ ഫസ്റ്റ് നമ്മൾ കീവേഡ് പ്ലാനറിൻ്റെ URL അഡ്രസ്സ് അറിയാത്തവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. കീവേഡ് പ്ലാനർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനർ വെബ്സൈറ്റ് കിട്ടും. നമ്മൾ അതിൽ കീവേഡ് പ്ലാനറിലേക്ക് പോവുകയാണ്. നമുക്കൊരു Gmail ID ഉണ്ടായാൽ മതി, അതായത് നമുക്കൊരു മെയിൽ ID ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആഡ്വേർഡ്സ് കീവേഡ് പ്ലാനറിലേക്ക് പോകും. അപ്പോൾ ഇതിൽ ഡിസ്കവർ ന്യൂ കീവേഡ്സ്, ഗെറ്റ് സെർച്ച് വോളിയം ആൻഡ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കീവേഡിൻ്റെ സെർച്ച് വോളിയവും, അതേപോലെ നമുക്ക് ഇനി എന്തൊക്കെയാണ് അതിൻ്റെ കോമ്പറ്റീഷൻ എങ്ങനെയാവും, അല്ലെങ്കിൽ അതിൻ്റെ റെലവൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഹിസ്റ്റോറിക്കൽ മെട്രിക്, അതായത് നമ്മൾ പഴയ അത്
എന്താ പറയുക, മുന്നേ എത്ര സെർച്ച് വോളിയുള്ള കീവേഡാണ്, ഇനി എന്താണ് എത്ര സെർച്ച് വോളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്തതിനെ കിട്ടും. ഇപ്പോൾ നമുക്ക് വേണ്ടത് പുതിയ കീവേഡ് ഐഡിയാസ് ഫോം ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഡിസ്കവർ ന്യൂ കീവേഡ്സ് ക്ലിക്ക് ചെയ്യാണ്. ഇതിൽ നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ആദ്യം. കാരണം നമ്മുടെ നേരത്തെ പറഞ്ഞ മോഡൽ മേക്കിംഗ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ദുബായ്, UAE ആണ്. UAE ഇത് ക്ലോസ് ചെയ്യാം, നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഫസ്റ്റ് വൺ UAE. അപ്പം നമ്മൾ അത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്തു. ഇനി നമ്മുടെ കീവേഡ് അടിച്ചു കൊടുക്കുക. മോഡൽ മേക്കിംഗ് ആണല്ലോ, മോഡൽ മേക്കിംഗ് ഇൻ UAE എന്ന് സെർച്ച് ചെയ്യാണ്. അപ്പം നമുക്ക് ഇനിയും ഇവിടെ പുതിയ കീവേഡ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു കീവേഡ് വെച്ച് പറഞ്ഞു തരാണ്. അപ്പം മോഡൽ മേക്കിംഗ് ഇൻ UAE. അതേപോലെ നമുക്ക് ഇവിടെ നമ്മുടെ ഡൊമൈൻ അഡ്രസ്സ് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ നമുക്കൊരു ജനറൽ ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് URL കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഒരു കീവേഡ് സെർച്ച് ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം ഞാൻ അങ്ങനെയാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഗെറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ്, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത കീവേഡ് ഏതാണോ ഈ മോഡൽ മേക്കിങ്ങുമായിട്ട് കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ്, ഗൂഗിളിൽ സെർച്ച് വരുന്ന കീവേഡ്സ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഞാൻ ഈ ടാബ്സൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കീവേഡ് ഏതാണോ, ഇപ്പം ഞാൻ മോഡൽ മേക്കിംഗ് ഇൻ UAE എന്നാണല്ലോ സെർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കീവേഡ് നമുക്കിവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ് ഐഡിയാസാണ് നമുക്കിവിടെ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടാവുക. മോഡൽ മേക്കിംഗ് ദുബായ്, മോഡൽ മേക്കിംഗ് കമ്പനീസ് ഇൻ ദുബായ്, മോഡൽ മേക്കിംഗ് കമ്പനീസ് ദുബായ്, ആർക്കിടെക്ചറൽ മോഡൽ മേക്കിംഗ് ദുബായ്. ഈ കീവേഡ്സ് ഒക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ സർവീസുമായിട്ട്, ഈ ഒരു പെർട്ടിക്കുലർ കീവേഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ച് വരുന്ന കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് കീവേഡ് ബൈ റെലവൻസ് എന്ന് പറയുന്നത്. എത്രത്തോളം യൂസേഴ്സ് സെർച്ച് ചെയ്യുന്നു, അതിൻ്റെ റെലവൻസ് എത്രത്തോളം ഉണ്ട് ഒരു ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ആവറേജ് മന്ത്ലി സെർച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു മാസം എത്ര ആൾക്കാരാണ് ഇത് സെർച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ പറയുന്നത് 10 to 100 ആണ്. അതായത് 10 മുതൽ 100 ആൾക്കാർ വരെയാണ് മന്ത്ലി സെർച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതൊരു കോമൺ സർവീസ് അല്ല, ഇതൊരു ബിസിനസ് ടു ബിസിനസ് സർവീസാണ്. അതുകൊണ്ട് അതിൻ്റെ സെർച്ചസും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ മോഡൽ മേക്കിംഗ് ഇൻ UAE എന്ന് പറയുന്നത് 10 to 100 ആണ്. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ള കീവേഡ് എന്ന് പറയുന്നത് മോഡൽ മേക്കിംഗ് ദുബായ് ആണ്. അപ്പം ഇതിന് കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊക്കെ ആവറേജ് മന്ത്ലി സെർച്ചസ് ആണ്. ഇതാണ് സെർച്ച് വോളിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മൾ മന്ത്ലി സെർച്ച് വോളിയവും കോമ്പറ്റീഷനും നോക്കിയിട്ടാണ് നമ്മളൊരു കീവേഡിനെ നമ്മൾ ചൂസ് ചെയ്യുക. ഇതിലിപ്പോൾ ലോ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികം ആൾക്കാർ സെർച്ച് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ കോമ്പറ്റീഷൻ കുറവാണ്. ആൾക്കാർ ഒപ്റ്റിമൈസ് ആ ഒരു പെർട്ടിക്കുലർ കീവേഡ് വെച്ച് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിൻ്റെ കോമ്പറ്റീഷൻ കുറവാണ്. പിന്നെ അതേപോലെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ കാണുന്ന കീവേഡ് എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ മോഡൽ മേക്കിംഗ് ആണ്. അതേപോലെ നമ്മൾ മോഡൽ മേക്കിംഗ് കമ്പനീസ് ഇൻ ദുബായ്, ആ ഒരു പെർട്ടിക്കുലർ കീവേഡിന് വേണ്ടി ആൾക്കാർ റാങ്ക് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സെർച്ച് വോളിയും കോമ്പറ്റീഷനും കിട്ടി. ഇതിന്ന് നമ്മൾ സെർച്ചസ് കൂടുതലുള്ള അല്ലെങ്കിൽ ലോ മീഡിയം ആ ഒരു ടൈപ്പിൽ വരുന്ന കോമ്പറ്റീഷൻ വരുന്ന കീവേഡ്സ് സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് പെട്ടെന്നല്ല നമുക്ക് എന്താ പറയുക, കമ്പാരിറ്റീവ്ലി വേഗം റാങ്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ നോക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൻ്റെ ആഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ബേസിസിലും നമുക്ക് കീവേഡ്സിനെ ചൂസ് ചെയ്യാം. പക്ഷേ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും നിങ്ങളൊരു ബിഗിനർ ലെവലിലുള്ള ആൾക്കാർക്ക് ഇതാണ് കുറച്ചും കൂടി എളുപ്പമാവുക. അതായത് നമുക്ക് ഏത് കീവേഡ് ഐഡിയാസാണ് ഫോം ചെയ്യേണ്ടത്, അവിടെ ആ ഒരു കീവേഡ് വെച്ച് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ എന്താ പറയുക, സ്കെയിൽ മോഡൽ എന്ന് പറയുന്ന വേറൊരു കീവേഡ് ആയിരുന്നല്ലോ. സ്കെയിൽ മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് വെച്ച് സ്കെയിൽ മോഡൽ മേക്കിംഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇപ്പോൾ ഇത് കാണുന്നില്ലേ, അതായത് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ കീവേഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ചസ് വരുന്ന കീവേഡ്സാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ ഏത് കീവേഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ആണോ വേണ്ടത്, ആ ഒരു പെർട്ടിക്കുലർ കീവേഡ് ഇവിടെ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് നമുക്കിവിടെ കിട്ടും. ഇനി നെക്സ്റ്റ്
നമ്മൾ പറഞ്ഞു നമ്മൾ മന്ത്ലി സെർച്ചസും കോമ്പറ്റീഷനും നോക്കിയിട്ടാണ് നമ്മൾ കീവേഡ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി ചൂസ് ചെയ്ത് വെച്ച്, ഇപ്പോൾ ഇത് നമ്മൾ കുറച്ച് കീവേഡ്സ് അല്ലേ ഇതിൽ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു 30 to 50 കീവേഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറച്ച് കീവേഡ്സ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ഇതിൽ നമ്മളിത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കീവേഡ്സിനെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ കീവേഡ്സും നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഗെറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ച കീവേഡ്സിലെ ഓരോ കീവേഡിൻ്റെയും മന്ത്ലി സെർച്ചസും കോമ്പറ്റീഷനൊക്കെ കിട്ടും. അപ്പോൾ ഇതിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം സെർച്ചസ് ഉള്ള, അതേസമയം നമുക്ക് കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറവുള്ള കീവേഡ്സിന് നമ്മൾ സെലക്ട് ചെയ്യാൻ നോക്കുക. ഇപ്പം നമ്മളൊരു കുറച്ച് കീവേഡ്സ് അല്ലേ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം നമ്മളൊരു പുതിയൊരു വെബ്സൈറ്റിന് വേണ്ടി കീവേഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 50 കീവേഡ്സ് മിനിമം നമുക്ക് കീവേഡ് ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു കീവേഡ്സൊക്കെ വെച്ച് നമ്മൾ ഈ കീവേഡ് പ്ലാനറിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ കോമ്പറ്റീഷനും സെർച്ച് വോളിയൊക്കെ നോക്കുക. അതിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കീവേഡ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കീവേഡ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും അതിൻ്റെ മാട്രിക്സ് നോക്കി നമ്മൾ അതിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ID ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾ ഇനിയും നല്ല വീഡിയോസ് ഞാൻ ഇനിയും നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കണ്ട് നിങ്ങളുടെ കമൻറ്റ് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കീവേഡ്സിനെ സെലക്ട് ചെയ്യുക, അതിൻ്റെ മെട്രിക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുക, അതായത് ഏതൊക്കെ മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളതിന് യൂസ് ചെയ്ത ടൂൾ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ ആഡ്വേർഡ് കീവേഡ് പ്ലാനർ ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മറ്റ് പല ടൂൾസും യൂസ് ചെയ്തിട്ടും ചെയ്യാം. പക്ഷേ നോർമലി ഞാൻ ഈ ഒരു ഈ ഒരു ഓൺലൈൻ ടൂൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൽ നിങ്ങൾക്ക് വന്ന ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന ഒരു ക്ലയൻറ്റ് വെബ്സൈറ്റിൻ്റെ കീവേഡ് റിസർച്ച് ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് നോക്കുക, ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിനെ എന്തായാലും ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഗൂഗിളിൻ്റെ ടോപ്പ് റിസൾട്ടിലേക്ക് നിങ്ങളുടെ കീവേഡിനെ കൊണ്ടുവരാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ കീവേഡ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് ജസ്ന റാസിക്. ബൈ.